മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു വീഡിയോന്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് സാധനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെപ്റ്റംബർ മാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ലൈക്ക് ഓഗസ്റ്റും ജൂലൈയും ഒക്കെ നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ ചാനൽ തുടങ്ങി ഇതുവരെ ഏറ്റവും കൂടുതൽ വീഡിയോ ഇട്ട 2 മാസങ്ങളായിരുന്നു. ആൻഡ് എവറിത്തിങ് വാസ് ഗോയിങ് റിയലി വെൽ. പക്ഷേ സെപ്റ്റംബറിൽ ഐ ഗോട്ട് സിക്ക്. 2 ആഴ്ച ഞാൻ സ്കൂളിൽ പോയില്ല. അത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു പോകും. സോ യാ, ആ ഒരു സമയത്ത് ലൈക്ക് പിന്നെ ഐ വാസ് റിയലി ലേസി ബിക്കോസ് റെസ്റ്റ് ആയിരുന്നു. സൗണ്ടിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ചെവി വേദനയായിരുന്നു സംഭവം. ലൈക്ക് ഇൻഫെക്ഷൻ ആയതല്ല, പക്ഷെ അത് പറയാൻ ചെറിയൊരു എന്താ പറയുക കുറവുണ്ട് എനിക്ക്. കാരണം ഞാൻ എന്തോട്ട് ലൈക്ക് ഒരുമാതിരി ചെവി ഇങ്ങനെ ചൊറിഞ്ഞിട്ട് എന്തോട്ട് ഉള്ളിലിട്ടാണ്. ആൻഡ് പണി കിട്ടി. ഉള്ളിൽ എന്തോ സാധനം ചെറുതായിട്ടൊന്ന് പൊട്ടിയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സ്ക്രാച്ച് ആയത് എന്തോ. സോ അത് വെച്ചിട്ട് പക്ഷെ സംഭവം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. ഡോക്ടേഴ്സിനെ കാണിച്ചു തരും. ആക്ച്വലി ഒരാഴ്ച കൊണ്ട് മാറേണ്ട സംഭവമാണ്, പക്ഷെ 3 ആഴ്ച എടുത്തു മാറാൻ. ഇപ്പോഴും ഈ ചെവി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ല. സംഭവം അങ്ങനെ അടഞ്ഞ് കിടക്കുകയാണ്. ആൻഡ് ക്ലാസ് പോയ സമയത്ത് വിറ്റീനു. ഞാൻ 2 ആഴ്ച ലീവ് എടുത്ത് പിന്നെ ക്ലാസ്സിൽ പോയി. ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ചറ പറ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഇങ്ങനെ ഒച്ച കേട്ടോണ്ടിരിക്കല്ലേ. എനിക്കാണെങ്കിൽ ഈ ചെവി കേൾക്കൊന്നുമില്ല. ആരെങ്കിലും എൻ്റെ അടുത്ത് എന്തേ വന്ന് ചോദിച്ചാൽ ഞാൻ പറയും പക്ഷെ സംഭവം എനിക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം ഈ ചെവി അടഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു റെസ്റ്റിന്റെ സമയത്ത് എനിക്ക് ഫുള്ള് മടി പിടിച്ചു. ആൻഡ് ഓൺ എക്സാമിനേഷൻ ഞാൻ പഠിച്ചിട്ടില്ല. ലൈക്ക് പഠിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ ചെവിന് സംഭവം സംഭവിച്ചത്. അതിനുശേഷം ഞാൻ പിന്നെ പഠിത്തത്തിന് ആരും വിട്ട്. ആൻഡ് ഇതെല്ലാം നമുക്ക് വി ഷുഡ് ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക്. ആൻഡ് ആ ഒരു സുഖമില്ലാത്ത സമയത്ത് ജിമ്മിൽ പോകുന്നത് നിർത്തി. കാരണം എനിക്ക് ലൈക്ക് ബെഡ് റെസ്റ്റ് ലൈക്ക് ചെവി നല്ല വേദന ഉണ്ടായിരുന്നു ആ സമയത്ത്. സോ പിന്നെ ഇതിപ്പോ കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം ഓക്കെ, പക്ഷെ വീണ്ടും പോകാനുള്ള ഒരു മടി. കാരണം 3 ആഴ്ച ആയിട്ടുണ്ടല്ലോ പോയിട്ട്, അതും തകർന്ന് കിടക്കുകയാണ്. ആൻഡ് ഇപ്പോൾ വീഡിയോസ് ഇടുന്ന കാര്യമാണെങ്കിൽ അതും ഓർഡർ മൊത്തം തെറ്റിക്കിടക്കുകയാണ്. ആൻഡ് ലോങ് വീഡിയോ ഞാൻ സംഭവം ഇടണ്ടെന്ന് തന്നെ വിചാരിച്ചതാണ് 2 മാസം. കാരണം എനിക്ക് ഒരുമാതിരി ഫുള്ള് കൺഫ്യൂഷൻ ആയിരുന്നു. ആൻഡ് ഞാൻ വിചാരിച്ചു ഷോർട്സിൽ ഫോക്കസ് ചെയ്യാം. അതിലിങ്ങനെ പുതിയ പുതിയ കുറെ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ചെയ്തു. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക്. അതല്ല, 2 ആഴ്ച മൊത്തം വീട്ടിലായിരുന്നു, ചെയ്യാൻ വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. സോ ഐ ഫെൽറ്റ് എന്തൊക്കെയോ ഒരുമാതിരി. ആൻഡ് ഐ വെന്റ് ഓൺ ആൻഡ് കട്ട് മൈ ഹെയർ. മൈ ഹെയർ വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ് വാസ് ഇത്ര ഉണ്ടായിരുന്നു സാധനം. ഞാൻ കട്ട് ചെയ്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. ഇപ്പോഴും ലൈക്ക് ഭംഗി ഇല്ലായ്മയൊന്നും ഇല്ല, പക്ഷെ ഞാൻ തീരെ എൻ്റെ മുടി വെട്ടില്ല. കാരണം ഞാൻ എൻ്റെ ലോങ് ഹെയർ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഞാൻ. പക്ഷെ എനിക്ക് മുടി കുറച്ചൊന്ന് ഷോർട്ട് ആക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം വർഷങ്ങളായിട്ട് ഞാൻ ചെറുപ്പത്തിൽ തൊട്ടേ ലൈക്ക് ലോങ് ഹെയർ അങ്ങനെ ചെയ്യുന്നു. അപ്പം എനിക്കൊന്ന് ഷോർട്ട്, പക്ഷെ അധികം ഷോർട്ട് ആക്കിയിട്ടൊന്നുമില്ല, ഇത്ര ലെങ്ത് ഉണ്ട്. ലൈക്ക് മുന്നിൽ ഇങ്ങനെ എല്ലായിരുന്നു വെട്ടിയ സമയത്തൊക്കെ ഉള്ളത്. ലൈക്ക് ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടാൽ ലൈക്ക് ഷോർട്ട് ഹെയർ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ ലെയേഴ്സൊക്കെ കുറേ ലെയേഴ്സ് ഉണ്ട്. ഇപ്പം കെട്ടുന്ന സമയത്തൊക്കെ ലൈക്ക് ഷോർട്ട് ഹെയർ പോലെ ഇത്രയൊക്കെ നിൽക്കും. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മുടി വെട്ടിയതിന് ശേഷം ഫീഡിൽ വരുന്നത് മൊത്തം ലോങ് ഹെയറിൻ്റെ വീഡിയോ. വെട്ടുന്നതിന് കുറച്ച് ദിവസം മുമ്പ് മൊത്തം ഷോർട്ട് ഹെയറിൻ്റെ വീഡിയോ ആയിരുന്നു. ഈ ഒരു ഇമ്പൾസ് പോയി വെട്ടിയതാണ്. അതുകൊണ്ട് പിന്നെ ലോങ് ഹെയർ കണ്ട് ഞാൻ എൻ്റെ മുടി ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. പക്ഷെ ദാറ്റ്സ് ഓക്കെ തെറ്റൊക്കെ ആർക്കാണേലും പറ്റും. പക്ഷെ കെട്ടുമ്പോൾ ആക്ച്വലി ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ലൈക്ക് കെട്ടി ഇങ്ങനെ ആക്കി വെരി സിമ്പിൾ. പക്ഷെ ലോങ് ഹെയർ ആണെങ്കിൽ അത് നടക്കില്ല. നമ്മൾ പ്രോസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം, കോൺസ് നമ്മൾ ചിന്തിക്കരുത്. ഓക്കെ അപ്പം എൻ്റെ പ്ലാൻ എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ എൻ്റെ സ്ഥിരം റീസെറ്റിംഗ് റൂട്ടീൻ. ലൈക്ക് രാത്രി വേഗം കിടന്നുറങ്ങണം, രാവിലെ നേരത്തെ എണീക്കണം, ആൻഡ് ക്ലാസ്സൊക്കെ കാണാൻ തുടങ്ങണം, പിന്നെ ജിമ്മിൽ പോവണം. പിന്നെ ഈ മാസം ടൂറിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ടൂറ് എന്ന് പറഞ്ഞത് ഈ മാസം ലൈക്ക് ഒരു 20-ൻ്റെയും 25-ൻ്റെയും നടുക്കായിരിക്കും സ്കൂൾ ടൂർ. ഞാനിപ്പോൾ ഒരു ടൂർ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. ലൈക്ക് ഇന്നലെയാണ് ഞാൻ എത്തിയത്. 3 ദിവസം മൈസൂർ ഫാമിലീൻ്റെ കൂടെ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും ടൂറ് പോയി. ആൻഡ് അതുകൊണ്ട് 4 ദിവസം സ്കൂളിൽ ലീവായി. പക്ഷെ സ്കൂളിനെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ സ്കൂളിൽ ലീവ് എടുക്കുന്നത്, അറ്റൻഡൻസ് കുഴപ്പമാവില്ലേ, ഇങ്ങനെയൊക്കെ. പക്ഷെ എൻ്റെ സ്കൂളെന്ന് പറയുന്നത് എനിക്കൊന്നും പറയാനില്ല. കാരണം അത്രയും നെഗറ്റീവ് എനർജി ഉള്ള ഒരു സ്ഥലത്ത് ഞാൻ വേറെ പോയിക്കില്ല. ലൈക്ക് ഓ മൈ ഗോഡ്, അത്രയും വൃത്തികെട്ട
സ്കൂളാന്ന് ഞാൻ പറയില്ല, പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് ഒട്ടും നല്ലതല്ല. ഞാൻ തന്നെ ഇങ്ങനെ ചിന്തിക്കലുണ്ട്, ഇത്രയും ലീവ് എടുത്താലും ഒരു മനുഷ്യനല്ലേ, അല്ലെങ്കിൽ ഒരു വെക്കേഷനൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവും, എനിക്ക് സ്കൂളിൽ പോകണം. അങ്ങനെ എനിക്ക് സ്കൂളിൽ പോകാൻ ആക്ച്വലി ഭയങ്കര ഇഷ്ടമായിരുന്നു 10ാം ക്ലാസ് വരെ. ഞാൻ എന്തെങ്കിലും ഫാമിലിയിൽ കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ലീവ് എടുക്കൂല, സ്കൂളിൽ പോകും. എനിക്ക് ഇഷ്ടമായിരുന്നു. ഇറ്റ്സ് ട്രൂ, ഐ നോ ഇറ്റ് ഇസ്. പക്ഷേ ഇപ്പത്തെ എന്നെ കാണും ഞാൻ തന്നെ കാരണം എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ല. എനിക്കൊരു 20 ദിവസം ലീവ് വന്നിട്ട് വീണ്ടും സ്കൂളിൽ പോകാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല. ഇത് വേണ്ടേ? പണ്ടൊക്കെ ആണെങ്കിൽ ഓക്കെ, ഞാൻ 2 ദിവസം സ്കൂളിൽ ലീവായി എന്തൊക്കെയോ എനിക്ക് സംഭവിച്ച്, മറ്റേ ടീച്ചർ എന്താക്കി, മറ്റേ കുട്ടികൾ നമ്മളെ സംബന്ധമായി, മറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ, അതുപോലും ഇല്ല. ആൻഡ് അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. കഴിഞ്ഞൊല്ലൊക്കെ നല്ല സങ്കടം ഉണ്ടാവും, എനിക്കൊല്ലം സങ്കടമില്ല. ഞാൻ അടുത്തതിൽ വെച്ചിട്ട് ഒരു വേസ്റ്റ് ഡെസിഷൻ ഞാൻ പറയില്ല, കാരണം ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ വീണ്ടും +1 +2 കൊടുത്ത സമയത്ത് കുറേ എക്സ്പീരിയൻസ് കിട്ടി. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ ചിന്തിക്കലുണ്ട്, ഞാൻ വേറെ ഒരു സ്കൂളിലായിരുന്നു +1 +2 കൊടുത്തതെന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ എത്ര വ്യത്യാസമായിരിക്കുമെന്ന്. പക്ഷേ മെജോറിറ്റി +1 +2 സ്റ്റുഡൻസിൻ്റെ അവസ്ഥ ഇതാണ്. പക്ഷെ ഞാൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇന്നാലും സ്കൂളിൽ പോകും, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതെങ്ങനെയാ എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഞാൻ ലീവ് എടുത്തതിൻ്റെ അറ്റൻഡൻസ് എന്താക്കണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ആൻഡ് ഈ ഒരു ലീവ് മൊത്തം ഈ കൊല്ലം ഞാൻ ആക്ച്വലി കഴിഞ്ഞ കൊല്ലത്തെ പോലെ അല്ലായിരുന്നു കൃത്യമായിട്ട് സ്കൂളിൽ പോകാനുണ്ടായിരുന്നു. ഞാൻ ലീവ് എടുക്കലുണ്ടായിരുന്നു, പക്ഷെ പ്ലാൻ ചെയ്തിട്ട് ആ ദിവസങ്ങളിൽ മാത്രം ലീവ് എടുത്തിട്ട് അതാകുമ്പോൾ ഷോർട്ടേജ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് 75% ആക്കാൻ. പക്ഷെ അതിനിടയ്ക്ക് ഈ ഒരു 2 ആഴ്ച ലീവ് വന്നു പോയല്ലോ, അപ്പം എൻ്റെ പ്ലാൻ മൊത്തം തെറ്റി. ആൻഡ് ലീവ് കുറേ പ്രാവശ്യം അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊരു അഡിക്ഷനാണ്. പിന്നെ ലീവ് എടുത്തുകൊണ്ട് നിൽക്കാനേ തോന്നിപ്പോവും. അങ്ങനെയാണ് ഈ ആഴ്ചത്തെ ലീവൊക്കെ വന്നത്. സോ അതെങ്ങനെയാണ് എനിക്കന്ന് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഈ ഒരു 3 ആഴ്ച ഏകദേശം ഒരു 20 ദിവസം ലീവ് വന്നത് മെഡിക്കൽ സംഭവം ഉള്ളതുകൊണ്ടാണ്. എനിക്ക് ആക്ച്വലി ഐ വാസ് റിയലി സിക്ക്. ആ സമയത്ത് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടതും അതെങ്ങനെ ഇട്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. മരുന്ന് കുടിച്ചാൽ കുറച്ച് നേരം ഒരു ആശ്വാസം കിട്ടും. ഈ ഒരു ഗ്യാപ്പിലാണ് ഞാൻ എങ്ങനെയൊക്കെയോ തല പൊന്താണ്ട് പോയി ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തത്. ആൻഡ് ഈ ഇടയ്ക്ക് ഞാൻ ഇട്ട കുറേ ഒരു 10 റീൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു 5 കൊളാബറേഷനാണ്. ആൻഡ് ഐ എം റിയലി സോറി. അങ്ങനെ പ്രൊമോഷൻ ചെയ്യാന്ന് വിചാരിക്കരുത്, കാരണം എല്ലാം കൂടി ഒരുമിച്ചായിരുന്നു വന്നത്. മേ ബി സെയിലൊക്കെ ഉള്ള സീസൺ ആയതുകൊണ്ടായിരിക്കും. ആൻഡ് കൊളാബറേഷൻ എന്തായാലും എനിക്ക് ചെയ്തേ പറ്റൂ. ബിക്കോസ് ലെറ്റ്സ് ബി ഓണസ്റ്റ്, യൂട്യൂബിൽ നിന്ന് ഓൺ പേയ്മെന്റ് നോക്കുകയാണെങ്കിൽ ഒരുപാട് എമൗണ്ട് കിട്ടൂല. യൂട്യൂബ് ഡസൻ പേ. നമുക്കൊരു 500K വ്യൂസ് ഉണ്ടെങ്കിലും അതിനനുസരിച്ച് അത്ര പൈസ നമുക്ക് കിട്ടൂല, നമ്മൾ വിചാരിക്കുന്ന അത്ര. മെയിൻ ഇൻകം സോഴ്സ് എന്ന് പറഞ്ഞാൽ കൊളാബറേഷൻസ് ആണ്. ആൻഡ് ഐ ഹാവ് ടു ഡു ഇറ്റ് ബിക്കോസ് ഞാനെന്താ ഒരു സോഷ്യൽ സർവീസ് പോലെ ചെയ്യുന്നില്ലല്ലോ. ഐ വോണ്ട് എന്റർടൈൻ എവ്രി വൺ ആൻഡ് ഐ വോണ്ട് ടു ഡു ദിസ് ദാറ്റ്. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ എക്സ്പെൻഡിച്ചർ ഒക്കെ മാക്സിമം എൻ്റെ കയ്യിൽ നിന്ന് ഒരു 98% എൻ്റെ എക്സ്പെൻഡിച്ചർ ഒക്കെ നോക്കുന്നത് ഞാൻ തന്നെയാണ്. വൃത്തിയായിട്ട രീതിയിലല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് ഐ എം ഓൺലി 17 ബട്ട് ഐ ഡു ദാറ്റ്. ആൻഡ് ഐ ക്യാൻ ഓൺലി ഡു ദാറ്റ് ബിക്കോസ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് യു ഗൈസ്. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് I just wanted to say this. And also ഇതൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആണ്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കാമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത്. ഐ എം എയിമിങ് മൈ റെഗുലർ വ്യൂവേഴ്സ്. പുതിയതായിട്ട് ആരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ജഡ്ജ് ചെയ്യരുത്, നിങ്ങളിഷ്ടമാണ്. പക്ഷെ എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ എൻ്റെ +1 +2 ലൈഫ് ഭയങ്കര സ്മൂത്ത് അല്ലായിരുന്നു. എനിക്ക് കുറേ നല്ല എക്സ്പീരിയൻസ് കുറേ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് എൻ്റെ യൂട്യൂബ് ആയിക്കോട്ടെ, പേഴ്സണലി മെൻ്റലി ആൻഡ് ഫാഷൻ സെൻസ് ആയിക്കോട്ടെ, എല്ലാം നന്നായിട്ട് ഇമ്പ്രൂവ് ആയത് എൻ്റെ ലൈഫ് സ്റ്റൈലും ഈ 2 വർഷം കൊണ്ടായിരുന്നു. ഈ 2 വർഷം കൊണ്ടാണ് എല്ലാം ഇമ്പ്രൂവ് ആയത്. പക്ഷെ എന്നാലും ഈ ഒരു കൊല്ലം എനിക്ക് കുറേ ചീത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് എൻ്റെ സ്കൂളിൽ. അതൊന്നും എനിക്ക് ഓ മൈ ഗോഡ് അതൊക്കെ കുറച്ച് ഓറാ. പക്ഷെ അങ്ങനെയല്ല, എന്താ അതെങ്ങനെ പറയാ. പേഴ്സണലി ഞാൻ വലിയ സംഭവം ഒന്നല്ല പറയുന്നത്, കാരണം ഞാനൊന്നല്ല. ഐ ഓൺലി ഹാവ് 50K. ഇറ്റ് ഈസ് എ ബിഗ് നമ്പർ. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. പക്ഷെ ഞാൻ പറയാ സോഷ്യൽ മീഡിയയിലെ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ
പക്ഷേ ദ തിങ് ഇസ് ലൈക്ക് എന്താ ഇതൊക്കെ പറഞ്ഞാലോ ഇങ്ങനെ ചില ടൈപ്പ് ആൾക്കാരില്ല, നമ്മളെ ചൊറിയാൻ നടക്കുന്ന ആൾക്കാർ, ലൈക്ക് നമ്മൾ അവരോട് എത്ര നല്ല നിന്നിട്ട് കാര്യമില്ല, ലൈക്ക് ദേ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദേ ഡോണ്ട് ലൈക്ക് മീ, ദേ ജസ്റ്റ് ഡോണ്ട് ലൈക്ക് ഹൗ ഐ എം ഡൂയിങ് ഇൻ ലൈഫ്. ലൈക്ക് ഓ മൈ ഗോഡ്, ഹൗ ഡു ഐ സേ ദാറ്റ്. ചില ആൾക്കാർക്ക് ഞാൻ ആക്ച്വലി വേറെ ഒരാളെ കാര്യത്തിൽ ഒന്നും ഇടപെടില്ല. ലൈക്ക് വീട്ടിലായാലും ലൈക്ക് സ്കൂളാകുമ്പോൾ തീരെ ഐ ജസ്റ്റ് മൈൻഡ് മൈ ഓൺ ബിസിനസ് ആൻഡ് ഐ ഹാവ് 3-4 ഫ്രണ്ട്സ്, ഐ ടോക്ക് ടു ദം ആൻഡ് എല്ലാവരോടും നല്ലോണം നിൽക്കല്. ലൈക്ക് ആവശ്യമില്ലാണ്ട് ആരോടും പോയി സംസാരിക്കില്ല, അന്നില്ല മറ്റേ ഇല്ല. ഞാൻ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത് തന്നെ, ഞാൻ പോയാൽ എനിക്ക് ക്ലാസ് ശ്രദ്ധിക്കാൻ തോന്നുമ്പോൾ ഞാൻ നല്ലോണം ഇരുന്ന് ശ്രദ്ധിക്കും. ആൻഡ് ഇഫ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഐ ജസ്റ്റ് ലൈക്ക് എവറിബഡി എൽസ് ഐ സ്ലീപ്പ് ഓർ സംതിങ്. ഐ മൈൻഡ് മൈ ഓൺ ബിസിനസ്. പക്ഷെ എൻ്റെ തലയിൽ ഇങ്ങനെ ചൊറിഞ്ഞു കയറുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ചിലത്, ഐ ജസ്റ്റ് ഡോണ്ട് മൈൻഡ് ദം ആസ് വെൽ. പക്ഷേ ലിമിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ ഏതൊരു മനുഷ്യനും. അങ്ങനത്തെ കുറേ എണ്ണം എൻ്റെ ക്ലാസ്സിലും എൻ്റെ സ്കൂളിലും ഞാൻ പോകുന്ന വഴികളിലും കുറേ ഉണ്ട്. ആൻഡ് ദേ ജസ്റ്റ് അതുകൊണ്ടാണ് എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്ത ഒരു കാരണം. ബിക്കോസ് ഫൺ ഇസ് ഫൺ, തമാശയൊക്കെ തമാശയാണ്, എല്ലാം അതൊക്കെ ഉള്ളതാണ്. ആൻഡ് ഐ റിയലി എൻജോയ് ഇറ്റ്. ഇറ്റ് ഇസ് സില്ലി ആൻഡ് ഇറ്റ് ഇസ് ഫണ്ണി. പക്ഷേ നോട്ട് എവറിത്തിങ് ഇസ് ഫണ്ണി. കാരണം സം പീപ്പിൾ ആർ ജസ്റ്റ് ലൈക്ക് സോ മീൻ. ലൈക്ക് ഐ ഡോണ്ട് ഗെറ്റ് ഇറ്റ്. ലൈക്ക് എനിക്ക് മാത്രമാണോ ഇങ്ങനെ? ലൈക്ക് സം പീപ്പിൾ ഹേറ്റ് മീ, ദേ ഡോണ്ട് ലൈക്ക് മീ ബിക്കോസ് ഇവളിങ്ങനെ യൂട്യൂബൊക്കെ ചെയ്ത് നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവളെ അറിയാം. പക്ഷെ എന്ന് വെച്ചിട്ട് ഇവക്ക് നല്ല മാർക്കും ഉണ്ടല്ലോ, ഇതെന്താ ഇങ്ങനെ? ദേ ഹേറ്റ് മീ ബിക്കോസ് ഓഫ് ദാറ്റ്. ആൻഡ് ഇറ്റ് ഇസ് ഫൈൻ. ലൈക്ക് എത്രയൊക്കെ ഓക്കെയാണ്, ഐ ഡോണ്ട് കെയർ വാട്ട് പീപ്പിൾ തിങ്ക് എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഐ ഗെറ്റ് സോ സാഡ് സം ടൈംസ്. പക്ഷെ ഇറ്റ്സ് ഓക്കെ, ഐ എം വർക്കിംഗ് ഓൺ ഇറ്റ്, ഇംപ്രൂവിങ് ഇറ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള ഫീലിങ്സ് വരുന്ന സമയത്താണ് എനിക്ക് വീഡിയോ ഇടാൻ ഒരുമാതിരി മടി ഉണ്ടാവുക. ലൈക്ക് സം പീപ്പിൾ ആക്ച്വലി ഹേറ്റ് മീ ബിക്കോസ് അത് കോമൺ ആണ്. ലൈക്ക് അങ്ങനെയാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നതിന്, അങ്ങനെയാണ് ഉണ്ടാവുക. ഐ നോ ദാറ്റ്. പക്ഷേ സം ടൈംസ് ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി ടു ആക്സെപ്റ്റ്. ലൈക്ക് പീപ്പിൾ like are so good to your face, always talking to you, like അവരിങ്ങോട്ട് വന്നോളൂ യു അങ്ങനെ. പക്ഷേ they hate you because you are doing well, you are doing shit, you are making money, you are paying for your own things, you are also scoring really good while doing this. And എൻ്റെ സ്കൂൾ ഉണ്ടല്ലോ, ചില ടീച്ചേഴ്സ് ലൈക്ക് ഫേവറിസം എന്ന് ഞാൻ പറയില്ല, കാരണം എൻ്റെ ലൈക്ക് ചില ടീച്ചേഴ്സ് എന്നാ ലൈക്ക് സം പീപ്പിൾ ലൈക്ക് മീ, സം പീപ്പിൾ ഡോണ്ട്. പക്ഷെ എന്താ കുറേ ലീവൊക്കെ ഉള്ളതുകൊണ്ട് ദേ മൈറ്റ് നോട്ട് ലൈക്ക് മീ. പക്ഷെ എനിക്ക് മാർക്ക് ഉള്ളതുകൊണ്ട് കഴിച്ചിലായിട്ട് പോകുന്നു ഞാൻ. പക്ഷെ സം സ്റ്റുഡൻസ് ആക്ച്വലി തിങ്ക് ദാറ്റ് ഞാൻ കഴിച്ചിലായി പോകുന്നതിൻ്റെ റീസൺ ഇസ് ബിക്കോസ് ഐ എം എ യൂട്യൂബർ, വിച്ച് ഇസ് stupid. They sometimes say it to my face, എനിക്ക് യൂട്യൂബ് ചാനലുകൊണ്ട് വലിയ കുഴപ്പമില്ല. ലൈക്ക് ഐ വാസ് ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഐ ഹാവ് എ യൂട്യൂബ് ചാനൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഐ ഹാവ് മാർക്സ്. സോ അതുകൊണ്ടാണ് എന്നെ കഴിച്ചിലാക്കി വിടുന്നത്. ലൈക്ക് അങ്ങനെയൊക്കെ ആണ്. ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ഗോയിങ് ടു സ്കൂൾ. പക്ഷേ ഐ ഷുഡ് ലൈക്ക് ബിക്കോസ് ഐ നീഡ് അറ്റൻഡൻസ്. ബട്ട് വി ആർ ഗോൺ ഫിക്സ് ഓൾ ദിസ്. എൻ്റെ മൈൻഡ് സെറ്റും ഫിക്സ് ചെയ്യണം. ലൈക്ക് ഐ ഷുഡൻ കെയർ അബൌട്ട് വാട്ട് അതർ പീപ്പിൾ തിങ്ക് ടു മച്ച്. കാരണം അത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഐ കാൺ ഗ്രോ ഓൺ ദിസ് പ്ലാറ്റ്ഫോം. കാരണം എനിക്ക് ഇതിനെക്കാട്ടും പൊട്ടൻഷ്യൽ ആക്ച്വലി ഉണ്ട്. ഞാൻ ഗ്രോ ചെയ്യാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഐ എം നോട്ട് കൺസിസ്റ്റൻറ്റ് ആസ് ഐ ഷുഡ് ബി. ഐ എം സോ മച്ച് ബെറ്റർ ദാൻ വാട്ട് ഐ വാസ് ലാസ്റ്റ് ഇയർ. പക്ഷെ അനദർ ഫാക്ടർ ഇസ് ഐ എം എ സ്റ്റുഡൻറ്റ്, ഐ എം ഡൂയിങ് ഇറ്റ് അലോങ് വിത്ത് ദാറ്റ്. എനിക്ക് നല്ല പഠിച്ചു പോകണമെന്നും ആഗ്രഹമുണ്ട്. ആൻഡ് ഓൾസോ ഐ എം ഓൺലി 17, സോ ദർ ഇസ് ടൈം. പക്ഷെ സ്റ്റിൽ ഐ ഷുഡ് വർക്ക് ഓൺ ഓൾ ദീസ് തിങ്സ് ആൻഡ് മേക്ക് ഇറ്റ് ബെറ്റർ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ചിറ്റ് ചാറ്റ് വീഡിയോയിൽ. ആൻഡ് ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ആൻഡ് ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് ദർ ഇസ് നത്തിങ് ഐ ക്യാൻ ഡു. ദിസ് ഇസ് ജസ്റ്റ് ഹു ഐ ആം ആൻഡ് ഇറ്റ് ഇസ് ഫൈൻ ഇഫ് യു ഡോണ്ട് ലൈക്ക് മീ. ആൻഡ് യാ, അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരെയും യുനോ സ്കൂൾ ലൈഫ് ഒക്കെ എങ്ങനെയാണ് പോകുന്നതെന്നൊന്ന് പറയുക. ആൻഡ് ഹൗ ആർ യു ഡൂയിങ്? എങ്ങനെയുണ്ട് സ്കൂള്? പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാണ്? ലൈക്ക് എങ്ങനെയാണ് സംഭവം? അത് എല്ലാം പറയുക. ആൻഡ് യാ, ദിസ് ഇസ് വാട്ട് ഐ ഹാവ് ടു സേ. ആൻഡ് comment down what you think. And yes, love you, bye. One more thing, I have dark circles, I know that, so അത് പോയിന്റ് ഔട്ട് ചെയ്ത് എന്നെ സങ്കടപ്പെടുത്തരുത്. ഫോണിലൊക്കെ കളിച്ച് നടന്നാൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. ആൻഡ് വേറൊരു കാര്യം, ലൈക്ക് മറ്റേ ഞാൻ ഈ സ്കൂളിലെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഐ വാണ്ട് എവരി വൺ ടു ലൈക്ക് മീ ഓർ ലവ് മീ, ഐ ഡോണ്ട് കെയർ.
ഐ മീൻ അബൌട്ട് ദാറ്റ് ഐ ആക്ച്വലി ഡോണ്ട് അയ്യാ അത് ഓരോ ഇതല്ലേ. പക്ഷേ ഇതുണ്ടല്ലോ ഞാൻ ആകെ പറഞ്ഞത് ഇഫ് യു ഹേറ്റ് മീ ജസ്റ്റ് ഓക്കെ ഹേറ്റ് മീ ദാറ്റ് ഈസ് ഓക്കെ. ഐ ഹേറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ടു. പക്ഷേ ഡോണ്ട് ബി സോ മീൻ. ലൈക്ക് ഇങ്ങനെ ലൈക്ക് ഐ ഡോണ്ട് മെഡിൽ ഇൻ യുവർ ബിസിനസ്, പ്ലീസ് ഡോണ്ട് മെഡിൽ ഇൻ മൈൻ. ലൈക്ക് മനസ്സിലാവാൻ വിചാരിക്കുന്നത് ലൈക്ക് ഐ എം ജസ്റ്റ് ടോക്കിംഗ് ലൈക്ക് ദാറ്റ്. ഓക്കെ അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഓക്കെ ബൈ. ആൻഡ് ഡോണ്ട് തിങ്ക് ദാറ്റ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഹേറ്റ് മീ. ലൈക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമില്ല എന്നല്ല ഞാൻ പറയുന്നത്. ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ദാറ്റ് ആക്ച്വലി ലൈക്ക് മീ എ ലോട്ട്. ഞാനിങ്ങനെ സ്കൂൾ ഗ്രൗണ്ടിലൂടെയൊക്കെ ബ്രേക്കിന് നടന്നു പോകുമ്പോൾ ലൈക്ക് എത്ര ചെറിയ മക്കളാണ് എൻ്റെ അടുത്ത് വന്ന് ചേച്ചിൻ്റെ വീഡിയോ കാണുന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കര ഇഷ്ടമാണ്, പഠിക്കാൻ മോട്ടിവേഷൻ ഉണ്ട്, ലൈക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ലൈക്ക് ഇപ്പൊ സ്റ്റാൻഡെന്നാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന ചേച്ചിമാരും ലൈക്ക് ഈവൻ ലൈക്ക് ബോയ്സ് എൻ്റെ അടുത്ത് വന്ന് പറയലുണ്ട് ലൈക്ക് വീഡിയോസ് ഇഷ്ടമാണ്. ഞാൻ വലിയൊരു ഏട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. ആൻഡ് കുറെ ആൾക്കാരുണ്ട്. ആൻഡ് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ഗുഡ് ഫ്രണ്ട്സ്. ആൻഡ് ഞാൻ ലൈക്ക് എൻ്റെ അടുത്ത് ഉള്ള ഫ്രണ്ട്സ് ദിൽ ബി ലൈക്ക് റിയലി ഗുഡ് ക്വാളിറ്റി. ലൈക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള നല്ല മനുഷ്യന്മാരാണ്. ആൻഡ് മൈ പാരൻസ് ആർ റിയലി സപ്പോർട്ടീവ്. ആൻഡ് അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഐ ജസ്റ്റ് ടോക്ട് അബൌട്ട് ദോസ് കൈൻഡ് ഓഫ് സർട്ടൻ പീപ്പിൾ. ആൻഡ് എന്റെ DMസിലാണെങ്കിൽ കമന്റ്സ് ഇടുന്ന എല്ലാവരും താങ്ക് യു സോ മച്ച്. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ കുറെ പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട് ലൈക്ക് വലിയ ഇത്ര പാരഗ്രാഫ് ആയിട്ടൊക്കെ മെസ്സേജ്. ആൻഡ് ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്, ഇത്ര ആൾക്കാർ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്, അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഐ എം റിയലി ഐ ലവ് വാട്ട് ഐ ആം റൈറ്റ് നൗ, വാട്ട് ഐ ഹാവ് റൈറ്റ് നൗ. ലൈക്ക് അതൊന്നും വലിയ സംഭവം ഞാൻ പറയുന്നില്ല. പക്ഷെ എന്റെ ഏജിനും പിന്നെ ഞാൻ വരുന്ന സ്ഥലത്തും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് എ വെരി ഹ്യൂജ് തിങ് ഫോർ മീ. യാ അത് ജസ്റ്റ് ഒന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ ബൈ അഗൈൻ.